കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ റെഗുലർ ശ്രീമദ് ഭാഗവതം സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ശ്രീമദ് ഭാഗവതത്തിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാർട്ടിലേക്കാണ് കടക്കുന്നത്. നമ്മൾ കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമുക്കറിയാം, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ ആ ഒരു രാജ്യത്തെ വന്നിട്ട് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പെല്ലാം ചെയ്തു കൊടുത്തിട്ട് അപ്പോഴേക്കും ഉത്തരയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ശിശുവിനെയും സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ വന്നിട്ട് അവരെ വീണ്ടും പരിപാലിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഏകദേശം കുറച്ച് മാസങ്ങളും കൂടി ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും അതിനുശേഷം ഭഗവാൻ തൻ്റെ സ്വവാസസ്ഥാനമായ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി രഥത്തിലേറുമ്പോൾ കുന്തി മഹാറാണിയും പാണ്ഡവരും ദ്രൗപദിയും എല്ലാവരും വന്ന് അദ്ദേഹത്തെ പ്രണമിക്കുന്നു. ആ സമയത്ത് കുന്തി മഹാറാണി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പ്രേയേഴ്സാണ്. വളരെ മനോഹരമായ പ്രേയേഴ്സ്, വളരെ പേര് കേട്ട പ്രേയേഴ്സാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. ശ്രീമദ് ഭാഗവതം 1:8-18 മുതലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പ്രാർത്ഥന ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ കുന്തി മഹാറാണി ഭഗവാനുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ആരാണ് കുന്തി മഹാറാണി? പൃഥ, വസുദേവരുടെ സഹോദരിയാണ് പൃഥ. വസുദേവർ ആരാണ്? ഭഗവാന്റെ അച്ഛൻ അല്ലേ? അപ്പോൾ ഭഗവാന്റെ എന്താണ് നമ്മൾ സാധാരണ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ മാമി എന്ന് പറയും, അപ്പച്ചി എന്ന് പറയും ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ. അങ്ങനെ ഒരു ബന്ധമാണ് ആർക്ക്? ഭഗവാനും കുന്തി മഹാറാണിയും തമ്മിലുള്ളത്. അപ്പോൾ കുന്തി മഹാറാണിക്ക് ഭഗവാനെ പ്രണമിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം മുതിർന്ന ആളാണ്. ഭഗവാനെ പ്രണമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനേക്കാൾ പ്രായമുള്ള ആൾക്കാർ, അതായത് യുധിഷ്ഠിര മഹാരാജാവിനെയൊക്കെ ഭഗവാൻ പ്രണമിക്കുന്നതായിട്ടാണ് നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ കുന്തി മഹാറാണി പക്ഷേ തൻ്റെ ആദ്യത്തെ പ്രേയേഴ്സിൽ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് നമസ്യേ എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് മാമിയായിട്ടുള്ള കുന്തി മഹാറാണി ശ്രീകൃഷ്ണനെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ തൻ്റെ അനന്തരവനാണ്, അനന്തരവനെ എന്തിനാണ് പ്രണമിക്കുന്നത് എന്നാണ് ആദ്യത്തെ സംശയം നമുക്കുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഭഗവാൻ എന്ന് പറയുന്നത് വസുദേവരുടെ ദേവകിയുടെയും പുത്രനായി അവതരിച്ചിരിക്കുന്നു. എങ്കിലും അദ്ദേഹം ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണ്. അത് ആർക്ക് നന്നായിട്ടറിയാം? കുന്തി മഹാറാണിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കുന്തി മഹാറാണി ഭഗവാന്റെ പ്രേയേഴ്സിൽ അതും ഇതും പറയാതെ ആദ്യം വന്നിട്ട് ഭഗവാനെ പ്രണമിക്കുകയാണ്. ഒരു എറ്റിക്വറ്റ് എന്ന് പറയും. എന്താണ് എറ്റിക്വറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഉന്നതനായിട്ടുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് സംഭാഷണം തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുക എന്ന് പറയും. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരിലും ഈ എന്താണ് വിനയം എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഇമോഷനായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ പത്രത്തിലൊക്കെ ഈ അടുത്ത് കണ്ടു. സ്വന്തം പഠിപ്പിക്കുന്ന ഗുരുവിനെയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയോ ഒക്കെ പ്രണമിച്ചെന്ന് കരുതുന്നത് ഒരു അനാചാരമാണ് എന്നൊക്കെ നമ്മൾ ഈ അടുത്ത് പത്രത്തിൽ കേൾക്കുകയുണ്ടായി. പക്ഷേ സംസ്കാര സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി എത്ര ഉന്നത സ്ഥാനത്ത് പോയാലും വന്ന വഴി മറക്കുകയില്ല.
അല്ലെങ്കിൽ ആ വിനയത്തോടു കൂടി സ്വന്തം മുതിർന്ന ആൾക്കാരെ, അതായത് വയസ്സിൽ മുതിർന്ന ആൾക്കാരെ ആവട്ടെ, തനിക്ക് വിദ്യ പകർന്നു തന്ന അധ്യാപകരെ ആവട്ടെ, മാതാപിതാക്കളെ ആവട്ടെ, സ്പിരിച്വൽ മാസ്റ്റർ ഗുരുവിനെ ആവട്ടെ, ആരെയും അദ്ദേഹം എന്ത് ചെയ്യുകയില്ല, തനിക്ക് ഈക്വലായിട്ട് കാണുകയില്ല, അല്ലെങ്കിൽ തനിക്ക് സമനായി കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പ്രഭു, മാതാജി എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ് പ്രഭു എന്നതിൻ്റെ അർത്ഥം? മാസ്റ്റർ എന്നാണ് അർത്ഥം. അവരൊക്കെ നമ്മളെക്കാൾ ഉയർന്ന ആൾക്കാരാണ് എന്ന സ്വാഭാവികമായിട്ടുള്ള വിനയം നമുക്കിപ്പോൾ ഇല്ല അതൊന്നും. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള വിനയം നമ്മൾക്കുണ്ടായാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. താണ നിലത്തെ നീരോടൂ എന്നൊക്കെ നമുക്ക് എന്തുണ്ടാവും? പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് കുന്തി മഹാറാണി. പക്ഷെ കുന്തി മഹാറാണിയുടെ കാര്യം അങ്ങനെയല്ല. കുന്തി മഹാറാണി ഭഗവാനേക്കാൾ മൂത്ത ആളാണ്. കുന്തി മഹാറാണി ഭഗവാനെ പ്രണമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വെറും ഒരു മനുഷ്യനല്ല, തൻ്റെ സഹോദരനായ വസുദേവരുടെ പുത്രൻ മാത്രമല്ല, അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് കുന്തി മഹാറാണി ഒരു ഭക്ത അവിടെ തൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതും പ്രേ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സിൽ ആദ്യമായിട്ടുള്ളത് എന്ന്. 1:8-18 കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. എന്താണ് ആദ്യം പറയുന്നത്? കുന്തി ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറയുന്നു. ആര് പറയുന്നു? കുന്തി പറയുന്നു. നമസ്യേ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ആരെയാണ് പ്രണമിക്കാൻ പോകുന്നത് കുന്തി മഹാറാണി? വസുദേവരുടെ, അതായത് സ്വന്തം സഹോദരൻ്റെ പുത്രനായ തൻ്റെ അനന്തരവനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പ്രണമിക്കാൻ പോകുന്നത്. ആരാണ്? പുരുഷം തു ആദ്യം. എന്തുകൊണ്ടാണ് കുന്തി മഹാറാണി അങ്ങനെ ഒരു എറ്റിക്വറ്റ് വിട്ടിട്ട് ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു രീതി വിട്ടിട്ട് ഒരു കാര്യം ചെയ്യുന്നത്? നമസ്യേ, ഞാൻ നമസ്കരിക്കാൻ പോകുന്നത് ആരെയാണ്? പുരുഷം തു ആദ്യം. ആരെയാണ്? പരമദിവ്യോത്തമ പുരുഷനായ ഒറിജിനൽ സുപ്രീം പേഴ്സണാലിറ്റി, അതാണ് അതിൻ്റെ അർത്ഥം. ആദ്യ ഈശ്വരം അല്ലേ? എന്താണ്? പുരുഷം തു ആദ്യം ഈശ്വരം പ്രകൃതേ പരം, പരം ഈശ്വരം. അപ്പോൾ എന്താണ് കുന്തി മഹാറാണി പറയുന്നത്? പുരുഷം, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, ആദ്യം ഒറിജിനലാണ്, ഈശ്വരം എല്ലാത്തിൻ്റെയും, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൺട്രോളർ എന്നാണ് അർത്ഥം. അപ്പോൾ ഈശ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോളർ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നയാൾ എന്നാണ് അർത്ഥം. പ്രകൃതേ പരം, അതായത് അങ്ങ് ഈ ഭൗതിക ലോകത്തിൽ ഞങ്ങളുടെയൊക്കെ മുന്നിൽ പ്രത്യക്ഷനായി മനുഷ്യനെ പോലെയുള്ള രീതികൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിലും പ്രകൃതേ പരം, എന്താണ്? ഭൗതിക ലോകത്തിനും പരം. പരം എന്ന് പറഞ്ഞാൽ ബിയോണ്ട്, അല്ലെങ്കിൽ അതിനും അപ്പുറം ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുന്തി മഹാറാണി സ്വന്തം അനന്തരവനെ പ്രണമിക്കുന്നത്? അനന്തരവൻ സാധാരണക്കാരനല്ല. ആരാണ്? പരമദിവ്യോത്തമ പുരുഷനായതുകൊണ്ടാണ്. നമസ്യേ പുരുഷം ത്വ ആദ്യം ഈശ്വരം പ്രകൃതേ പരം. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കുന്തി മഹാറാണി ഇപ്പം എന്താണ് കണ്ടത്? കുന്തി മഹാറാണി ഉത്തര വന്നിട്ട് ഭഗവാനോട് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേത് യത്ര മൃത്യു പരസ്പരം എന്ന് പറഞ്ഞ് അഭയം പ്രാപിച്ചപ്പോൾ എല്ലാവരും കാണുകയെ കുന്തി മഹാറാണി കാണുന്നു തൻ്റെ മുന്നിൽ ഭഗവാൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ട്. എന്നിട്ടും ഉത്തരയുടെ ഗർഭത്തിനകത്ത് പരീക്ഷത്തിനെ അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. അപ്പോഴും കുന്തി മഹാറാണിക്ക് അപ്പോഴാണ്
ഈ പ്രയേഴ്സ് എന്തുകൊണ്ടാണ് കുന്തി മഹാറാണി? അത് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എന്താണ് ഭഗവാന്റെ ഗ്രേറ്റ്നെസ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത്. എന്തു പറയുന്നു? അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. അലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവിസിബിൾ എന്നാണ് അർത്ഥം. എന്താണ് അലക്ഷ്യം എന്ന് പറഞ്ഞാൽ? അദൃശ്യനാണ് എന്നർത്ഥം. പക്ഷേ ദൃശ്യനല്ലേ ഭഗവാൻ? കുന്തി മഹാറാണിയുടെ മുന്നിൽ നിൽപ്പുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, മുമ്പിൽ മാത്രമല്ല, സർവഭൂതാനാം അന്തബഹി അവസ്ഥിതം. എന്താണ് സർവഭൂതാനാം? നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ചില ആൾക്കാർ പറയും ഈശ്വരൻ വന്നിട്ട് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ്റെ അംശം എന്ന് പറയുന്ന ആത്മാവ് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ നമ്മളുടെ പുരാണങ്ങളിലും സ്ക്രിപ്റ്റേഴ്സിലും വൈദിക സാഹിത്യങ്ങളിലും ഒന്നും അങ്ങനെ ഒരു ഡിസ്ക്രീഷൻ ഇല്ല. സർവഭൂതാനാം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളുടെയും, അത് പട്ടിയോ പൂച്ചയോ നായയോ തുടങ്ങിയ പിന്നെ ജീവി ജന്തുക്കളാകട്ടെ, ചെടികൊടികളാകട്ടെ, ജീവനുള്ള എല്ലാത്തരം, ശരീരം എന്ന് പറയുന്നത് ഒരു ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് അതിന് അവബോധമുണ്ടാകുന്നത്. അങ്ങനെയുള്ള ജീവാത്മാക്കൾ, അത് വൈറസ് ആവട്ടെ, പ്രയോൺ ആവട്ടെ, പിന്നെ എന്താണ്, എന്ത് തരത്തിലുള്ള അണുക്കളോ ചെറിയ ജീവികളോ ആകട്ടെ, പരാതങ്ങളാവട്ടെ, സസ്യങ്ങളാവട്ടെ, പലതരത്തിലുള്ള 84 ലക്ഷം ജീവി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ശരീരങ്ങളുണ്ട്. ആ ശരീരങ്ങളിലെല്ലാം നമ്മൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തും പറ്റാത്ത സ്ഥലത്തും എല്ലാം എന്തുണ്ട്? ജീവാത്മാക്കളുണ്ട്. ആ ജീവാത്മാക്കളുടെ എല്ലാം അന്തഃ ഹൃദയത്തിൽ, ബഹി അതിന് പുറത്തും, അവസ്ഥിതം നിലകൊള്ളുന്നു. നോക്കൂ, പരമദിവ്യോത്തമ പുരുഷൻ എവിടെയൊക്കെയാണ് നിലകൊള്ളുന്നത്? എല്ലാ ജീവാത്മാക്കളുടെയും അകത്തും പുറത്തും നിലകൊള്ളുന്നു. പക്ഷേ ആർക്കും അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭഗവാനെ കാണണ്ടേ? ഭഗവാനെ ഇവിടെ എല്ലാം ദൃശ്യമാകണ്ടേ? പക്ഷെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റാത്തത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. നമ്മൾക്ക് ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നത്. എന്താണ് നമുക്ക് അതിൻ്റെ ഒരു ഭഗവാൻ പരമേശ്വരനും ഏറ്റവും ലാസ്റ്റിലെ ഒരു ചെറിയ അതെ, ഇവിടെ ഭഗവാനെ ഈശ്വരൻ എന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ജീവസത്തകൾ അഥവാ ചന്ദ്രൻ, സൂര്യൻ തുടങ്ങിയവരെ പോലുള്ള ദേവന്മാർ ഈശ്വരന്മാരാണ്. കാരണം അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളുടെ ഈശ്വരന്മാരാണ്. നമ്മളും ഈശ്വരന്മാരാണ്. എന്ത്? നമ്മളുടെ വീട്ടിൻ്റെയും നമ്മളുടെ സാഹചര്യങ്ങളുടെയും ഈശ്വരന്മാരായി നമ്മളെ നമ്മൾ തന്നെ കരുതുന്നു. പക്ഷെ അവരാരും തന്നെ പരമ ഈശ്വരൻ അഥവാ പരമനിയന്താവാകുന്നില്ല. ഭഗവാൻ പരമ ഈശ്വരനും പരമാത്മാവുമാകുന്നു. എന്താണ് വ്യത്യാസം? നമ്മൾ പറയും 30 കോടി ദേവകൾ എന്ന് പറയും. നമ്മളെ സനാതനധർമ്മത്തിലുള്ള ആൾക്കാരെ എല്ലാവരും കളിയാക്കുന്നത് നിങ്ങൾ എന്താണ് വർഷിപ്പ്, അതായത് ഏകദൈവത്തിലല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ബഹുദൈവ ആരാധകരാണ് എന്ന് നമ്മളെ കളിയാക്കും അല്ലേ? പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ശ്രീമദ് ഭാഗവതത്തിൽ ആരാണ് ഈശ്വരൻ, ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ, ആരാണ് ദേവന്മാർ, എന്താണ് ഇവരുടെ എല്ലാവരുടെയും പൊസിഷൻ, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ അറിയാതെ നമ്മൾക്ക് ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യവുമില്ല. ചിലപ്പോൾ നമ്മളോട് തർക്കിക്കാൻ വരാൻ വേണ്ടിയിട്ട് മാത്രം ആയിരിക്കും അവരുടെ ഉദ്ദേശം. അങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കണ്ട. പക്ഷേ അറിയാൻ വന്നിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ഇവിടെ എന്ത് പറയുന്നു? പരമദിവ്യോത്തമ പുരുഷൻ, പരമാത്മാവായിട്ട് എല്ലാ ജീവസത്തകളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ അന്തരംഗസ്ഥനും ബഹിരംഗസ്ഥനുമാണ്. കുന്തിദേവിയുടെ ഭാഗിനേയനായി കുന്തി സമക്ഷം ഭഗവാൻ സന്നിഹിതനെങ്കിലും അദ്ദേഹം കുന്തിദേവിയുടെയും മറ്റവരുടെയും ഹൃദയത്തിലും അവസ്ഥിതനാകുന്നു. അപ്പോൾ കുന്തിദേവി മനസ്സിലാക്കുന്നു, എൻ്റെ ഹൃദയത്തിലും ഭഗവാനുണ്ട്, ഉത്തരയുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്.
ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിൻ്റെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. ഈ അർജുനൻ്റെയും ഭീമൻ്റെയും നകുലൻ്റെയും സഹദേവൻ്റെയും യുധിഷ്ഠിരൻ്റെയും എല്ലാവരുടെയും ഇവിടെ നിൽക്കുന്ന എല്ലാ മഹർഷിമാരുടെയും എല്ലാ സ്ത്രീജനങ്ങളുടെയും ആരൊക്കെ ഇവിടെ ജീവജാലങ്ങളായിട്ടുണ്ടോ അവരുടെ എല്ലാം ഹൃദയത്തിൽ ഭഗവാനുണ്ട്. പക്ഷേ എങ്കിലും ആ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ മാത്രമല്ല, അതുകൊണ്ട് ഭഗവാന്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാകുന്നില്ല. ഭഗവാൻ അകത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന് രൂപമില്ലാതാകുന്നില്ല. കൃഷ്ണൻ കുന്തി സമക്ഷം അവിടെ ഇവിടെ നിൽക്കുകയാണ്. ഭഗവാൻ വന്നിട്ട് ശ്യാമസുന്ദര രൂപത്തിൽ അവിടെ നിൽക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് ഈശ്വരനെ മനസ്സിലാക്കുന്നത്? 3 തരത്തിലാണ്. അതായത് റിയലൈസേഷൻ ഓഫ് അബ്സല്യൂട്ട് ട്രൂത്ത്. ഭാഗവതത്തിൽ നമ്മൾ കേട്ടു അല്ലേ, വദന്തി തത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. എന്ത് പറയുന്നു? ബ്രഹ്മ ഇതി പരമാത്മ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ. 3 തരത്തിലാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത്. ബ്രഹ്മം, അതായത് അവ്യക്തിഗതമായിട്ടുള്ള ഒരു രൂപം ഭഗവാനുണ്ട്. അവ്യക്തിഗതം എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ലാത്ത ഒരു പാർട്ട് ഭഗവാന്റെ രൂപത്തിനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് യോഗികൾ വന്നിട്ട് തൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് പരമാത്മാവിൻ്റെ രൂപം, ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഭഗവാന്റെ രൂപമുണ്ട്. അദ്ദേഹത്തെ എന്തു പറയും? പരമാത്മ എന്ന് പറയും. ഇനി പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയൊക്കെ ഭൂമിയിൽ ആ ഒരു ഗോലോക വൃന്ദാവനത്തെ അവതരിക്കുന്നുവോ അതിൻ്റെ റെപ്ലിക്കയെ കൊണ്ടുവരുന്നു. അവിടെ ഭഗവാന്റെ ശ്യാമസുന്ദര രൂപമുണ്ട്. വേണും ക്വണന്തമരവിന്ദദലായതാക്ഷം ബർഹാവതംസം അസിതാംബുദസുന്ദരാംഗം കന്തർപകോട്ടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്താണ്? വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട് ഭഗവാനെ കുറിച്ച്. പരിഹാപീതം നടവരവപുഃ കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തിം ച മാല്യാം രന്ധ്രാൻ വേണും അധരസുതയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. ഒരുപാട് ഭാഗവതത്തിൽ നമ്മൾ ഇത് വേണുഗീതത്തിലുള്ള പ്രയറാണ്. വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ രൂപത്തെ വിവരിക്കുന്നുണ്ട്. അത് എന്താണ്? ഈ ഒരു 3 തരത്തിലുള്ള റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഭഗവാൻ അവ്യക്തിഗതനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവ്യക്തിഗതമായിട്ടുള്ള ഒരു രൂപമുണ്ട്, ബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കും. ബ്രഹ്മണോഹി പ്രതിഷ്ഠ അഹം, അതായത് എന്നിൽ നിന്നാണ് ആ ബ്രഹ്മൻ എഫൾജൻസ് വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. പിന്നെ എന്താണ്? പരമാത്മ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി പരമാത്മേതി ചാപ്യുക്തോ. ഇതൊക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഞാനാണ് പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി ഭഗവാൻ ഗോവിന്ദം ആദിപുരുഷം, ഇങ്ങനെ 3 രൂപങ്ങളിൽ, അതായത് 3 വിധത്തിൽ ഭഗവാൻ നമുക്ക് ദൃശ്യനാണ്. അതിൽ ആരാണ് ഈ രൂപങ്ങളിൽ ഭഗവാനെ ആരാധിക്കുന്നത്? സ്കൂൾ ഓഫ് തോട്ട്സ് വ്യത്യാസമുണ്ട്. അതായത് ബ്രഹ്മവാദികൾ ഭഗവാനെ ഈ ആദ്യത്തെ, അതായത് ബ്രഹ്മൻ എഫൾജൻസ്, അവർക്ക് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് അറിയില്ല. യോഗികൾ ഭഗവാനെ പരമാത്മാ രൂപത്തിൽ ആരാധിക്കുന്നു. ഭക്തന്മാർ ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു. ഇത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇത് 3ഉം ഭഗവാന്റെ രൂപം തന്നെയാണ്. പക്ഷേ ഇത് ഏത് ലെവലിലാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ച്. എന്താണ് ഭക്തന്മാരുടെ പ്രത്യേകത? ഭഗവാനെ അവർ അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട്, അതായത് പൂർണ്ണമായിട്ടും പരമദിവ്യോത്തമ പുരുഷനായി മനസ്സിലാക്കുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ലവിങ് എക്സ്ചേഞ്ച്, അതായത് സ്നേഹമസൃണമായിട്ടുള്ള ആ ഒരു ക്രയവിക്രയങ്ങൾ ഭഗവാനോട് ചെയ്യാൻ വളരെയധികം ഭാഗ്യം ലഭിച്ചവരാണ്. യോഗികൾ വന്നിട്ട് ശാന്തമായിട്ടുള്ള ഒരു രസത്തിൽ മാത്രമേ ഭഗവാന്റെ അടുത്ത് റിലേഷനുള്ളൂ. ബ്രഹ്മവാദികൾക്ക് അങ്ങനെ ഒരു റിലേഷനേ ഇല്ല. അവർക്ക് അവ്യക്തിഗതം എന്ന ഒരു ധാരണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? അവർക്ക് അത്രയുമേ ആഗ്രഹമുള്ളൂ.
യോഗികൾക്ക് ആ ഒരു യോഗസിദ്ധിയിലും മറ്റ് കാര്യങ്ങളിലും താല്പര്യമുള്ളത് കൊണ്ട് അവർക്ക് ആ പരമാത്മാവിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ സമാധി അവസ്ഥയിൽ ലഭിക്കുന്ന സിദ്ധികളിലും മറ്റ് അഷ്ടസിദ്ധികളിലുമൊക്കെ മാത്രമേ താല്പര്യമുള്ളൂ. പക്ഷേ ഭഗവാൻ ഭക്തന് ഇതിലൊന്നും താല്പര്യമില്ല. എന്താണ് ഭക്തൻ്റെ ആവശ്യം? എവിടെ ഇരുന്നാലും സേവനം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ വന്നിട്ട് പല രൂപത്തിൽ ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആരായിട്ട് പ്രത്യക്ഷപ്പെടും? അർച്ചാവിഗ്രഹമായിട്ട് പ്രത്യക്ഷപ്പെടും. നമ്മുടെ ശ്രീ കൃഷ്ണ ബലരാമനെ പോലെയും രാധാ ശ്യാമസുന്ദരനെ പോലെയും ഏതൊക്കെ പ്രഭുപാദ് വന്നിട്ട് നമ്മൾക്ക് ലോകമെമ്പാടും ഒരുപാട് അമ്പലങ്ങൾ വന്നിട്ട് തന്നിട്ടുണ്ട്. അർച്ചാവിഗ്രഹമായിട്ട് ഭഗവാനെ നമ്മൾക്ക് കാണാൻ പറ്റും. ഭാഗവതത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ നമ്മൾക്ക് കാണാൻ പറ്റും. ഗുരു ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവാണ്, വൈഷ്ണവർ ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവാണ്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഭഗവാൻ നമ്മളുടെ സ്നേഹമസൃണമായിട്ടുള്ള ആ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഭഗവാൻ വന്നിട്ട് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷനാകും. അപ്പോൾ ഇതാണ് കുന്തി മഹാറാണി പറയുന്നത്, അന്തർബഹിരവസ്ഥിതമാണെങ്കിലും അലക്ഷ്യം. അങ്ങേ എല്ലാവർക്കും കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് എല്ലാവർക്കും കാണാൻ കഴിയാത്തത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. മായാജവനികാച്ഛന്നം അജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥാ. മായാജവനികാച്ഛന്നം അജ്ഞാധോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥാ. മായാജവനികാച്ഛന്നം അജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥാ. എന്തു പറയുന്നു കുന്തി മഹാറാണി? അങ്ങ് അലക്ഷ്യനാണ്, അതായത് എല്ലാവർക്കും ദൃശ്യനല്ല. സർവഭൂതാനാം അന്തബഹിർ അവസ്ഥിതം, എങ്കിലും അലക്ഷ്യം. എന്തുകൊണ്ടാണ് അലക്ഷ്യമാകുന്നത്? അങ്ങയെ മനസ്സിലാക്കുന്നതിൽ നിന്നും എന്താണ് മറ്റുള്ളവരെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? മായാജവനിക. യവനിക അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, കർട്ടൻ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? എന്തിൻ്റെ കർട്ടനാണ്? മായാജവനിക എന്നാണ് പറയുന്നത്. മായാജവനിക ആച്ഛന്നം, അങ്ങ് ഈ കർട്ടൻ കൊണ്ട് കവേർഡാണ്. എന്ത് കർട്ടൻ കൊണ്ട്? മായ, അദ്ദേഹത്തിൻ്റെ യോഗമായ എന്ന കർട്ടൻ കൊണ്ട് കവേർഡാണ്. നമ്മൾക്ക് ഭഗവാനെ നേത്രം കൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ കർട്ടൻ മാറ്റണം. ഈശോപനിഷത്തിൽ ലാസ്റ്റ് ശ്ലോകങ്ങളിൽ എന്താണ് പറയുന്നത്? ഈ യവനികയെ നീക്കിത്തരൂ, അങ്ങയുടെ രൂപം ഞാൻ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾ പറയുന്നുണ്ട്. ഈശോപനിഷത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഈശോപനിഷത്തിൻ്റെ ശ്ലോകങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇങ്ങനെ ഗ്രാജുവലി വന്നിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്ന ശ്ലോകങ്ങളാണത്. അതിൽ പറയുന്നു, ഈ തത്വം ഭൂഷൻ അപവൃണു എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിൽ പറയുന്നു, ഈ ജവനിക വന്നിട്ട് എന്നെ അങ്ങയുടെ ഭയങ്കര ഗ്ലെയറിങ് എഫൾജൻസ് ആണ് അങ്ങയുടെ ആ യോഗമായ എന്ന് പറയുന്ന യവനികയ്ക്ക്. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അങ്ങയെ കാണാൻ പറ്റുന്നില്ല, ദയവ് ചെയ്ത് അങ്ങ് ആ യവനിക മാറ്റി എനിക്ക് ദൃശ്യനായി വരണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആൾക്കാരോട് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ എവിടെ കാണിച്ചു തരൂ എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് അത് അവർക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം മായാജവനികാച്ഛന്നം. ഇനിയുമുണ്ട് അജ്ഞാതോക്ഷജം. അജ്ഞ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർക്ക്. എന്താണ് അതിൻ്റെ അർത്ഥം? അറിവില്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത് എന്ന് രഹസ്യമൊന്നുമല്ല, പരസ്യമായിട്ട് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മറ്റ് സ്ക്രിപ്ചേഴ്സിലും എഴുതിയിട്ടുണ്ട് അല്ലേ? പക്ഷേ അതൊന്നും അനുസരിക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പ്രോസസ്സ് വഴി പോയാലേ പറ്റുകയുള്ളൂ. ആ പ്രോസസ്സിൽ കൂടി പോവാൻ കഴിയാതെ എനിക്ക് ഭഗവാനെ കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതെങ്ങനെ സാധ്യമാകും? അതൊരിക്കലും സാധ്യമല്ല അല്ലേ? ഭഗവാനെ ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് വഴി പോയാൽ മാത്രമേ ഒരാളെ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ദൃശ്യനാകുന്ന ഒരു സാധാരണ വ്യക്തിയല്ല ഭഗവാൻ. ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തിന് ആർക്ക് ദൃശ്യനാകണം, ആർക്ക് ദൃശ്യനാവരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്.
അല്ലേ? നമ്മൾക്ക് എവിടെ ഒരാളെ കാണാൻ പോകണോ വേണ്ടയോ എന്ന് ഇപ്പം എനിക്ക് ഒരാളെ കാണാൻ ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് അയാൾ എത്ര തവണ എന്നെ വന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചാലും എനിക്ക് നോ പറയാനുള്ള അവകാശമുണ്ട്. കാരണം എനിക്ക് അയാളെ കാണാൻ താല്പര്യമില്ല. ഭഗവാനും ഈ പ്രകാരം. എന്തിനാണ്, ആർക്കാണ് ഭഗവാനെ കാണാൻ പറ്റാത്തത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 4 തരത്തിലുള്ള ആൾക്കാർ ഒരിക്കലും എന്നെ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവരെന്തിനാണ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഞാൻ എന്തിനാണ് ദൃശ്യനാകുന്നത്? അവർക്ക് ദൃശ്യനാകും ഒരു തരത്തിൽ. മൃത്യു സർവഹരശ്ചാഹം. ആ സമയത്ത് അവർ മനസ്സിലാക്കും എല്ലാം നശിപ്പിക്കുന്ന കാലമായിട്ടും പ്രകൃതിയിലെ വളരെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങളായിട്ടും വിഭൂതികളായിട്ടും എല്ലാം ദൃശ്യനാണ് ഭഗവാൻ എല്ലാവർക്കും. പക്ഷേ സ്പെസിഫിക്കലി ഭക്തന്മാർക്ക് മാത്രമേ ഈ മായാജവനിക വന്നിട്ട് ഭഗവാൻ നീക്കി കൊടുക്കത്തുള്ളൂ. കാരണം എന്താണ്, അവർ ഭഗവാനെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് ഭഗവാനോട് ആ ക്രയവിക്രയങ്ങൾ ചെയ്യണമെന്ന്, സ്നേഹമസൃണമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും, അവരുടെ മുമ്പിലുള്ള മായാജവനികയെ നീക്കിക്കൊടുക്കും. അല്ലാത്തവർക്ക്, ഭഗവാനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത എന്താണ് നാമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. 4 തരത്തിലുള്ള ആൾക്കാർ. മൂഢ, മായയ അപഹൃതജ്ഞാന, നരാധമ, ആസുരം ഭാവമാശ്രിത. ഇവർക്കാർക്കും ഭഗവാനെ കാണണമെന്നേ താല്പര്യമില്ല. അവരുടെ എല്ലാം എന്തൊക്കെ തരത്തിലുള്ള ജ്ഞാനവും അതും ഇതുമൊക്കെ അവർക്കുണ്ടെങ്കിലും അതെല്ലാം കവേർഡാണ്, മായയാൽ കവേർഡാണ്. മായയ അപഹൃതജ്ഞാന. ഇവിടെ പറയുന്നു അജ്ഞ അധോക്ഷജം. അജ്ഞന്മാർക്ക് അധോക്ഷജനാണ്. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയോണ്ട് ദ റേഞ്ച് ഓഫ് മെറ്റീരിയൽ സെൻസസ്. അതായത് അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആളെന്നാണ് അർത്ഥം. നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കിയാലും ഒരു ലിമിറ്റുണ്ട് കാണുന്നതിന്. ഇനി നമ്മൾ ടെലിസ്കോപ്പ് കൊണ്ട് നോക്കിയാലും ആ ടെലിസ്കോപ്പ് നമ്മളുടെ വിഷനെ എക്സ്റ്റെൻഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് വിഷൻ ഉണ്ടെങ്കിലല്ലേ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. ടെലിസ്കോപ്പിന് നമുക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചയുടെ എക്സ്റ്റൻഷനാണ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ടെലിസ്കോപ്പിന് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാഴ്ചയില്ലാത്തൊരു വ്യക്തിയുടെ മുന്നിൽ ടെലിസ്കോപ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സ്റ്റാറിനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബഹിരാകാശത്തേക്ക് നോക്കി നിങ്ങൾക്ക് സ്റ്റാറിനെ കാണണമെങ്കിൽ എന്ത് വേണം? കാഴ്ച വേണം. ഈ കാഴ്ച എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ലിമിറ്റഡ് ആണ്. ഇപ്പം നിങ്ങൾ എത്ര തവണ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താലും ടെലിസ്കോപ്പിൽ കൂടെ അങ്ങ് ബഹിരാകാശം വരെ പോയാലും ഇത് ലിമിറ്റഡ് ആണ്. കാരണം നിങ്ങളുടെ കണ്ണ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഇന്ദ്രിയത്തിൻ്റെ ദൃഷ്ടിക്ക് അതീതനായിട്ടുള്ള വ്യക്തിയാണ് അധോക്ഷജൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അജ്ഞ, അധോക്ഷജൻ, അവ്യയം. അവ്യയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എഴുതുന്നത്? കുറ്റമറ്റവനാണ്. ന ലക്ഷ്യസേ മൂഢദൃശ. ഇത് ലക്ഷ്യം എന്ന് എന്തായിരുന്നു? കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ ദൃശ്യനാകുക എന്നായിരുന്നു. നമ്മൾ അലക്ഷ്യം എന്നല്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? കാണാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ന ലക്ഷ്യസേ. അതും സെയിം തന്നെയാണ്. അങ്ങേ കാണാൻ സാധിക്കുകയില്ല. ആർക്ക്? മൂഢദൃശ. അത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നാമാം ദുഷ്കൃതിനോ മൂഢ. എന്നെ അറിയാൻ സാധിക്കുകയില്ല. മൂഢ. ആരാണ് ഈ മൂഢൻ? മൂഢന്മാർക്ക് പലതരത്തിലുള്ള വിവരണങ്ങളുണ്ട്. മൂഢന്മാർ എപ്പോഴും വന്നിട്ട് എന്താണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നിനെക്കുറിച്ച് അറിവില്ലാത്ത വ്യക്തികളല്ല. ഒരുപാട് PhD ചെയ്ത ആൾക്കാരും മൂഢനാകാം. എന്താണ് കാരണം? മൂഢൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, മൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിൽ കാണുന്ന സാധനത്തിനെ അതിനെ അതേപോലെ ദൃശ്യമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഉണ്ടായിട്ടും അതിനെ മനസ്സിലാക്കാതെ തൻ്റെ ജ്ഞാനം വന്നിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ആളെയും മൂഢൻ എന്ന് തന്നെ പറയും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. എന്തുപോലെ? നട്ടോ നാട്യധരോ യഥ. നമ്മളൊരു സിനിമ വെള്ളിത്തിരയിൽ കാണുമ്പോൾ അവിടെ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം കാണും. പണ്ട് മണിച്ചിത്രത്താഴിലൊക്കെ സണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപാത്രമുണ്ട്, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ.
അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ നമ്മൾ മോഹൻലാലിനെ അല്ല കാണുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വന്നിട്ട് സണ്ണിയായിട്ട് അഭിനയിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നന്ദഗോപരുടെ പുത്രനായിട്ടും വൃന്ദാവനത്തിൽ ഗോപപാലനായിട്ടും ഒക്കെ ഓരോ നാട്യങ്ങൾ ആടി കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷെ നിങ്ങൾ ആരെയാണ് കാണുന്നത്? വെറും ഒരു കൗഹർഡ് ബോയ്, അല്ലെങ്കിൽ ഒരു ഗോപബാലൻ. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യുന്നത്? നമ്മൾ വന്നിട്ട് ഭഗവാനെ അവമതിക്കുന്നത്. എന്തുകൊണ്ട്? നോക്കൂ, 12 വയസ്സിന് എന്താണ് ഗോപിമാരോടൊപ്പം രാസലീല ആടി നടക്കുന്നു. പലപ്പോഴും നമ്മൾ ഭഗവാനെ അവമതിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവമതിക്കുന്നത്? നമ്മൾ മൂഢന്മാരാണ്. കാരണം ആരാണ് കൃഷ്ണൻ നമുക്ക് അറിയില്ല. ഭഗവാൻ വന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ലീലകൾ ആടിയത് എന്നൊക്കെ സ്ക്രിപ്റ്റേഴ്സിൽ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്, ആചാര്യന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കി ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മളതിന് മെനക്കെടുകയില്ല. പറയുന്നതിന്, അതായത് കേൾക്കുന്നതിനോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനോ താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ഭഗവാനായി കാണുന്നത്? നമ്മൾ ഭഗവാന്റെ ആ വരാഹം, നരസിംഹം, വാമന, ഇങ്ങനെയുള്ള പല അവതാരങ്ങളായിട്ട് ഭഗവാൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാൻ ഒരു പന്നിയാണ്, ഭഗവാൻ ഒരു സിംഹമാണ്, ഭഗവാൻ അതാണ് ഇതാണ് എന്ന് നമ്മൾ കാണും. പക്ഷേ നമ്മൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ വന്നിട്ട് കാണാൻ സാധിക്കുകയില്ല. അതാണ് മൂഢന്മാർ എന്ന് പറയുന്നത്. മൂഢന്മാരായ നിരീക്ഷകർ എത്ര പഠിച്ച് PhD എടുത്താലും അവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്താണ് ഭാഗവതത്തിൽ ഇനിയുള്ള കുറേ പ്രയാസത്തിൽ ഭഗവാൻ പറയും, മന്യേ ധനാഭിജന രൂപ തപശ്രുതൗ ച തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധി യോഗാത് നാരാധനായ ഹി ഭവന്തി ഹി പരസ്യ പുംസാം ഭക്ത്യാ തുതോഷ ഭഗവൻ ഗജയൂഥപായ. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. ഭക്ത്യാ തുതോഷ ഭഗവാൻ. ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് എത്രയധികം വലിയ PhDയും വലിയ ചിന്തകനുമായാലും ആരാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ പറയുന്ന വഴിയിൽ കൂടെ ഭക്തി പ്രാക്ടീസ് ചെയ്താലേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? മായാ ജവനിക ഛന്നം. എന്താണ് മായാ ജവനിക എന്ന് നമുക്ക് മനസ്സിലായി. അജ്ഞ അധോക്ഷജം. അജ്ഞന്മാർക്ക് എന്താണ്? ഇന്ദ്രിയങ്ങൾക്കും അതീതനാണ്. അവ്യയം, മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആളാണ്. ന ലക്ഷ്യസേ മൂഢദൃശ. ആർക്കും, മൂഢന്മാർക്ക്, ആരാണ് മൂഢൻ എന്ന് നമ്മൾ കണ്ടു, കാണാൻ പറ്റുകയില്ല. നട്ടോ നാട്യധരോ യഥ. എങ്ങനെയാണോ അങ്ങ് ഒരു രൂപം ധരിച്ചു വരുന്നത് അത് അങ്ങാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ വളരെ വലിയ ഒരു പർപ്പോട്ടിൽ ഭഗവാന്റെ പല വിധത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ലാസ്റ്റ്? ക്വീൻ കുന്തി ഇവിടെ എന്താണ്? ദ ലോർഡ് ഇസ് ബിയോണ്ട് ദി ഒബ്സർവേഷൻ ഓഫ് സെൻസ്. അതെ, ഓക്കെ. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയവ അവസാനത്തെ പാർട്ട്. അതെ, യെസ്. അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ പരമപുരുഷനായി തിരിച്ചറിയുക സാധ്യമല്ലെന്നതാണ് മറ്റൊരു വിഷമത. അത്തരം വ്യക്തികൾ ആധുനിക ശാസ്ത്രജ്ഞന്മാരെ പോലെ അവർ തങ്ങളുടേതായ പരീക്ഷണപരമായ ജ്ഞാനത്താൽ സർവ്വതിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപൂർണമായ പ്രായോഗിക ജ്ഞാനത്താൽ ഭഗവാനെ ഗ്രഹിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് അധോക്ഷജൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. നമ്മളുടെ നിയന്ത്രണ പരിധിക്ക് അധീനമായിട്ടുള്ള വസ്തുക്കളെ മാത്രമേ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഭഗവാൻ അതിനും അപ്പുറയാണ്. അതുകൊണ്ട് ഇന്ദ്രിയ ഗോചരത്തിന് അതീതനാണ് ഭഗവാൻ. ബദ്ധാത്മാക്കളായ അല്പജ്ഞാനികളുടെ, വിശേഷിച്ചും സ്ത്രീജനങ്ങളുടെ ഈ ന്യൂനതയെ ഇവിടെ നമ്മൾക്ക് എതിരെയാണ് പ്രഭുപാദ പറഞ്ഞിരിക്കുന്നത് എന്ന് ആരും വിചാരിക്കരുത്. സ്ത്രീജനങ്ങൾ എന്ന് പറയുന്നത് പ്രായേണ വന്നിട്ട് എന്താണ്, അന്നത്തെ കാലത്ത് നമ്മൾക്ക്
അതായത് സ്ത്രീജനങ്ങൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് ഗുരുവിൽ നിന്നും ആധ്യാത്മിക ജ്ഞാനം ലഭിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് അവരെ ആ കാറ്റഗറിയിൽ അന്ന് പെടുത്തിയിരുന്നത്. ഇന്ന് പക്ഷേ ആർക്ക് വേണമെങ്കിലും ഭഗവത്ഗീത വായിക്കാം, ആർക്ക് വേണമെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാം. ഇന്ന് ആ തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നുള്ളത് സത്യമാണ്. ഈ ന്യൂനതയെ കുന്തിദേവി അന്ന് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി ആർക്കാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്? ഇപ്പം നമ്മൾക്ക് ചില ആൾക്കാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി ആൾക്കാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് എന്ന് കുന്തിദേവി പറയുന്നു. ആരെ കാണാൻ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? കുന്തിദേവി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, അങ്ങ് നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? അജ്ഞാധോക്ഷജം അവ്യയം എന്ന് പറഞ്ഞു. അജ്ഞാധോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥ എന്ന് പറഞ്ഞു. ഇനി എന്താണ് കുന്തി മഹാറാണി പറയാൻ പോകുന്നത്? ആരാണ് അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങയെ ദർശിക്കാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ളവർ എന്ന് കുന്തി മഹാറാണി പറയുന്നു. നോക്കാം നമുക്ക് അടുത്ത ശ്ലോകം 20. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ എന്ന് പറയുന്നു കുന്തി മഹാറാണി. ആർക്കാണ് അങ്ങയെ കാണാൻ സാധിക്കുക? തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം. എങ്ങനെ? ഭക്തിയോഗ വിധാനാർത്ഥം. അവരെല്ലാവരും ഭക്തിയോഗം ചെയ്യുന്ന ആൾക്കാരാണ്. ആരാണ്? പരമഹംസ. ഹംസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംസം എന്ന് പറയുന്നത് പാലും വെള്ളവും ചേർന്ന ഒരു മിക്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവറായിട്ടും ആ പാല് മാത്രം സ്വീകരിക്കുന്ന സ്വഭാവമുള്ളവരാണ് ഹംസങ്ങൾ. അല്ലെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം താമസിക്കുന്ന ആൾക്കാരാണ് ഹംസങ്ങൾ എന്ന് പറയുന്നത്. പരമഹംസ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്യുവറായിട്ടുള്ള ജീവാത്മാക്കളെയാണ്. അതായത് വളരെയധികം അമലാത്മനാം. അവർക്ക് ഭൗതിക ലോകത്തിലെ കണ്ടാമിനേഷൻ, അതായത് മാലിന്യങ്ങളോട് വലിയ താല്പര്യമില്ല. ഇന്ദ്രിയ സന്ദർപ്പണം, ധനം സമ്പാദിക്കുക, അതിൽ മുഴുകി ജീവിക്കുക, ഇതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല. അവരെന്താണ്? ഭക്തിയോഗം മാത്രം ചെയ്തുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആൾക്കാരെയാണ് പരമഹംസന്മാർ എന്ന് പറയുന്നത്. ട്രാൻസെൻഡൻ്റലിസ്റ്റ്, അതീന്ദ്രിയവാദികൾ എന്ന് പറയും. ഇന്ദ്രിയത്തിനും അതീതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരെയാണ് പരമഹംസ എന്ന് പറയുന്നത്. മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഫിലോസഫേഴ്സ്. അത് സാധാരണ തത്വചിന്തകന്മാരല്ല, ഭക്തിയോഗത്തിൽ കൂടി ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ജ്ഞാനമാർജിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ആൾക്കാരാണ് മുനി. അമല ആത്മന, അതായത് ഭൗതിക ലോകത്തിലും ഭൗതികവും ആത്മീയവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ആൾക്കാരെയാണ്. ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു കളങ്കവും ഇല്ലാത്ത തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾക്ക് ഉടമയായിട്ടുള്ള ആൾക്കാരാണ് അമല ആത്മനാം. ഇവരെല്ലാവരും ഭക്തിയോഗം ചെയ്യുന്നത് കൊണ്ട് അങ്ങ് അവർക്ക് ദൃശ്യനാണ്. പക്ഷേ എന്നെപ്പോലെയുള്ളൊരു സാധാരണ സ്ത്രീക്ക്, കുന്തി മഹാറാണി ആരാണ്? സാധാരണ സ്ത്രീയല്ല, വളരെ പരിശുദ്ധിയായിട്ടുള്ള ഭക്തയാണ്. അതുകൊണ്ടല്ലേ കുന്തി മഹാറാണിക്ക് ഭഗവാൻ സ്വന്തം അനന്തരവനായിട്ട് വന്ന് ദൃശ്യനാകുന്നതും ഇത്രയധികം ഭഗവാൻ വന്നിട്ട് അവരെ സഹായിക്കുന്നതും. എന്നിട്ടും കുന്തി മഹാറാണി പറയുന്നു, ഞാൻ വന്നിട്ട് കേവലം ഒരു സ്ത്രീയാണ്, എനിക്ക് എങ്ങനെ അങ്ങയെ മനസ്സിലാക്കാൻ പറ്റുമല്ലയോ ഭഗവാനെ എന്ന്. ഓക്കെ, എന്താ പറയുന്നത്? തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം
ഇവർക്കെല്ലാവർക്കും ഭക്തിയോഗ വിധാന അർത്ഥം, അങ്ങ് ഭക്തിയോഗത്തിൽ കൂടി ദൃശ്യനാകുന്നു. കഥം പശ്യേമ ഹി സ്ത്രീയ, ഞാൻ എന്നെപ്പോലെ ഒരു സ്ത്രീ എങ്ങനെയാണ് അങ്ങയെ വന്നിട്ട് ദൃശ്യനാകുന്നത്, അങ്ങ് എനിക്ക് ദൃശ്യനാകുന്നത് എങ്ങനെയാണ്? കാരണം എനിക്കങ്ങ് ഓൾറെഡി ദൃശ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് എന്താണ് ഭയങ്കര പിന്നെ എലിവേറ്റഡ് ട്രാൻസെൻഡലിസ്റ്റ് ആണ് എന്നും പറഞ്ഞൊരു അഹങ്കാരമൊന്നും അല്ല കുന്തി മഹാറാണിക്കുള്ളത്. കുന്തി മഹാറാണി ഇവിടെ വിനയത്തോടു കൂടി പറയുകയാണ്, ഞാൻ എത്ര അങ്ങയെ ഗ്ലോറിഫൈ ചെയ്താലും എനിക്ക് എത്രത്തോളം അങ്ങയെ മനസ്സിലാക്കാൻ പറ്റും, എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. കാരണം അങ്ങയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാർക്കായിരിക്കണം, അല്ലേ? എന്താണ്? ശരീരത്തെയും ആത്മാവിനെയും വിവേചിച്ചറിയാൻ കെൽപ്പുള്ളവരാകയാൽ പരിശുദ്ധരായ അതീന്ദ്രിയവാദികൾ ആരാണ്? പരമഹംസ. മാനസിക വിചക്ഷണന്മാർ മുനി. ഹൃദയങ്ങളിൽ ഭക്തിയുത സേവനത്തിൻ്റെ അതീന്ദ്രിയ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അങ്ങ് അവതരിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ വന്നിട്ട് അവതരിക്കുന്നത് തന്നെ. പിന്നെ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുക? ഇപ്പോൾ കുന്തി മഹാറാണി അവിടെയുള്ളവരുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ആരാണ് അവിടെ കൂടുതലും ഉള്ളത്? സ്ത്രീജനങ്ങളാണ്. കാരണം എന്താണ്? കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അവിടെയുള്ള പുരുഷന്മാരെല്ലാവരും മിക്കവാറും ഏകദേശം എന്താണ് ജീവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ള സ്ത്രീജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് കുന്തി മഹാറാണി ചോദിക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ മനസ്സിലാക്കുക എന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇനി ഭഗവാനെ കുന്തിദേവി വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കേണ്ടത്, കാണേണ്ടത് എന്ന് പറയുകയാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എന്താണ് പറയുന്നത് കുന്തി മഹാറാണി? അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ. ഇതൊക്കെ ഗ്രഡേഷനിൽ ഭഗവാന്റെ ഗ്ലോറീസാണ്. ഏത് ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ സർവ്വ ആകർഷകനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷൻ. ആരാണ്? വാസുദേവൻ. കുന്തി മഹാറാണിയുടെ സ്വന്തം സഹോദരനാണ് വസുദേവർ. വസുദേവരുടെയും ദേവകി നന്ദനൻ വാസുദേവൻ, ദേവകി വാസുദേവരുടെ പുത്രനായി അവതരിച്ചു. അത് വളരെയധികം ഭാഗ്യം സിദ്ധിച്ചവളാണ് ഞാൻ. കുന്തി മഹാറാണി പറയുന്നു, അങ്ങ് വാസുദേവനായതും ദേവകി നന്ദനായതും എൻ്റെ കുലത്തിൽ വന്നിട്ട് പിറന്നവൻ ആയതും ഒക്കെ എനിക്ക് ഭയങ്കര ഭാഗ്യം സിദ്ധിച്ചവളാണ്. പക്ഷെ അതിനേക്കാൾ ഭാഗ്യമുള്ളവരാണ് നന്ദഗോപർ. അല്ലാണ് നന്ദഗോപകുമാരായ ഗോവിന്ദായ. അവിടുത്തെ ഗോക്കൾ പോലും വളരെയധികം ഭാഗ്യം സിദ്ധിച്ചവരാണ്. കാരണം എന്താണ്? വസുദേവരും ദേവകിയും ഭഗവാന്റെ അച്ഛനും അമ്മയും ആയി എങ്കിലും ആരാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ വളരെ മനോഹരമായിട്ടുള്ള ആ ലീലകൾ ആസ്വദിച്ചിരുന്നത്? നന്ദഗോപർ ഉൾപ്പെടെയുള്ള വൃന്ദങ്ങളും അവിടുത്തെ ഗോക്കളും ഗോപസ്ത്രീകളും ഒക്കെയാണ്. അതുകൊണ്ട് അങ്ങ് അവർക്ക് കൂടുതൽ വന്നിട്ട് സ്നേഹം ഉള്ളവനായി, അല്ലെങ്കിൽ കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ട്. നോക്കൂ, നമ്മൾ രാമചന്ദ്രമൂർത്തിയൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു രാജകുമാരനാണ്. അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് പോലും പ്രാപ്യനായിരുന്നു എന്ന് ആര് പറയുന്നു? രാമായണത്തിൽ പറയുന്നു. എങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജകുമാരനാണ്. ഇവിടെ നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് രാജകുമാരനായി ജനിച്ചുവെങ്കിലും അദ്ദേഹം എവിടേക്കാണ് വീണ്ടും പോയത്? ആ വൈശ്യ സമുദായത്തിൽ നന്ദഗോപരുടെയും യശോദ മാതാവിൻ്റെയും പുത്രനായി ഗോക്കളുടെ രക്ഷകനായിട്ട് വെറും ഒരു ഗോപബാലനായിട്ട് ആ വൃന്ദാവനത്തിനെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവിടുത്തെ ഗോക്കൾക്കും കിളികൾക്കും പശുക്കൾക്കും മരങ്ങൾക്കും ഗോവർദ്ധന പർവ്വതത്തിനും അവിടെയുള്ള ആളുകൾക്കും എല്ലാം വന്നിട്ട് പ്രാപ്യനായിട്ട് നടന്നു, അല്ലേ? അപ്പോൾ
ആരാണ് കൂടുതൽ ഭാഗ്യം ചെയ്തവർ? ഇവരൊക്കെയാണ് ഭാഗ്യം ചെയ്തവർ. വസുദേവരും ദേവകിയും ഭാഗ്യം ചെയ്തവരാണ്, ഞാനും ഭാഗ്യം ചെയ്തവളാണ്. പക്ഷെ എങ്കിലും അങ്ങ് അവരോട്, അതായത് നന്ദഗോപർ, യശോദമാത തുടങ്ങിയ അങ്ങയുടെ അടുത്ത, അതായത് ഞങ്ങളെക്കാൾ ഭാഗ്യം ചെയ്തവരാണ് അവരെല്ലാം എന്ന് പറയുന്നു. ഓക്കെ, സോ എന്താണ് പറയുന്നത്? ലെറ്റ് മീ ഓഫർ മൈ റെസ്പെക്ട്ഫുൾ ഒബീസൻസസ് അൺ ടു ദ ലോർഡ്. ഇന്ദ്രിയങ്ങളെയും ഗോക്കളെയും ഉത്സാഹഭരിതനാക്കുന്നവനും നന്ദമഹാരാജാവിൻ്റെയും വൃന്ദാവനത്തിലെ മറ്റു ഗോപന്മാരുടെയും ബാലനും ദേവകിയുടെ ആനന്ദനിധിയും വസുദേവപുത്രനുമായി തീർന്ന ഭഗവാനെ എൻ്റെ ആദരപൂർവമായ വന്ദനങ്ങൾ അർപ്പിക്കാൻ അനുവദിച്ചാലും. ഇവിടെ അദ്ദേഹത്തിൻ്റെ, അതായത് ഭഗവാന്റെ ചൈൽഡ്ഹുഡ് പാസ്റ്റ് ടൈംസിനെ കുറിച്ചാണ് ശ്രീല പ്രഭുപാദി വിവരിക്കുന്നത്. എന്താണ് പ്രഭുപാദി ഭാവാർത്ഥത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സർവ്വ പാർഷദന്മാരോടും പരിച്ഛേദങ്ങളോടും കൂടി അവതരിച്ചു. ആകയാൽ വ്രജഭൂമിയിലെ നിവാസികളെപ്പോലെ വിശേഷിച്ചും ഭഗവത് സംതൃപ്തിക്കായി സർവസ്വവും സമർപ്പിച്ച വ്രജതരുണിമണികളെ പോലെ ഭാഗ്യവതികളായി ആരുമില്ലെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു അവിതർക്കിതമായി സ്ഥിരീകരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ആണ് പറയുന്നത്. എന്താണ്? ഏറ്റവും പരമമായിട്ടുള്ള ഭക്തകൾ എന്ന് പറയുന്നത് ആ വ്രജത്തിലെ ഗോപിമാരാണ് എന്ന്. ഗോപിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വ്രജസ്ത്രീകളാണ്. അവർക്ക് ജ്ഞാനം അല്ലെങ്കിൽ വൈദിക ജ്ഞാനം ഒന്നുമില്ല, ഗുരുകുലത്തിൽ പോയി പഠിച്ചിട്ടില്ല, ആരാണ് ഈശ്വരൻ എന്ന് അറിയുകയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കേണ്ടതെന്ന്, പരമാത്മാവ് ആരാണ്, ബ്രഹ്മമാരാണ്, പരമദിവ്യോത്തമ പുരുഷൻ ആരാണ്, എന്താണ് ഭക്തിയോഗം, ഇതൊന്നും അവർക്കറിയില്ല. അവർക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയുകയുള്ളൂ. അവരുടെ മുന്നിൽ വന്നിട്ട് ബാലലീലകൾ ആടുന്ന ആ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അത്രയധികം തങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം അറിയാം. ആ ഒരു ജ്ഞാനം മാത്രമേ, ജ്ഞാനമല്ല, അതിനകത്ത് ആ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ആരും വന്നിട്ട് ഇമ്പോർട്ടൻ്റ് അല്ല. അവർക്ക് ഭഗവാൻ മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. അവിടെ വ്രജത്തിൽ ആരാണ് കേന്ദ്രീകൃതമായിട്ട്, ആരെ കേന്ദ്രീകരിച്ചാണ് അവർ ജീവിച്ചിരുന്നത്? അവിടെയുള്ള എല്ലാ ആൾക്കാരും ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം കേന്ദ്രീകരിച്ചാണ് ജീവിച്ചിരുന്നത്. അവർ പശുവിനെ കറന്ന് പാൽ എടുത്ത് അതിനെ ഉറച്ച് തൈരാക്കി മനോഹരമായിട്ടുള്ള വെണ്ണയൊക്കെ എടുത്തിട്ട് അവർ വയ്ക്കും. അവരുടെ കുട്ടികൾക്കല്ല. ഈ വെണ്ണ വന്നിട്ട് ടേസ്റ്റി ആണെങ്കിൽ ആ യശോദനന്ദനൻ വന്ന് ഈ വെണ്ണ മോഷ്ടിക്കട്ടെ എന്ന്. പക്ഷേ പുറമേ ഒന്നും അവർ കാണിക്കുകയില്ല. യശോദനന്ദനൻ വന്ന് വെണ്ണ മോഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോയി പരാതി പറയുമെങ്കിലും അവർ ഈ വെണ്ണ ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടിയാണ്. അവരുടെ സ്വന്തം ബാലന്മാരെ പോലും കൃഷ്ണൻ കഴിഞ്ഞിട്ടേ അവർ കാണുകയുള്ളൂ. ഇതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണ്? ഭഗവാനാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അവർക്ക് അത് കഴിഞ്ഞിട്ടും ആരുമില്ല, അവർക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ വന്നിട്ട് 11ാമത്തെ വയസ്സിൽ അവരെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം മാഡായി പോയി എന്നവർ പറയുന്നു. അതായത് പല ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാരുടെ ഗ്രന്ഥത്തിലും പറയുന്നു, അവർ വന്നിട്ട് ഭ്രാന്തന്മാരെ പോലെ അല്ലെങ്കിൽ ഭ്രാന്തികളെ പോലെ ആയി. ഭഗവാന്റെ ലീലകളെ ആലോചിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അത് ഇനാക്ട് ചെയ്യുകയും അതൊക്കെ ഓർത്തുകൊണ്ട് അവർ വന്നിട്ട് എന്തായി മാറി? ഭ്രാന്തം പിടിച്ചതുപോലെ ആയിപ്പോയി. ഭഗവാൻ ഇപ്പോൾ തിരിച്ചു വരാം, ഞാനിപ്പോൾ വരാം. അവിടെ അക്രൂരൻ എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ചെറിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവർ 125 years നോക്കിയിരുന്നു. പക്ഷേ ഭഗവാൻ വന്നിട്ട് തിരികെ വ്രജത്തിലേക്ക് വന്നില്ല. എങ്കിലും അവർക്ക് ഭഗവാനോടുള്ള സ്നേഹം കുറഞ്ഞില്ല. ഒരാൾ നമ്മളെ ഇത്രയധികം സ്നേഹിച്ചു, പക്ഷേ അയാൾ നമ്മളെ ഉപേക്ഷിച്ച് പോയി എന്ന് വിചാരിച്ചോളൂ. കുറച്ചാൾ കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് തോന്നൂല്ലേ, ഞാൻ എന്തിനാണ് അങ്ങേരെ ഇത്രയധികം സ്നേഹിച്ചത്, എന്നോട് എന്താണ് ചെയ്തത്, അവസാനം എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? ഇതൊന്നും ആരും ചിന്തിക്കുകയില്ല. അവർ പുറമേ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ വന്നിട്ട് ഒറ്റ മിനിറ്റ് പോലും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ അവർക്കില്ലാതിരുന്നില്ല. വിരഹത്തിൽ വന്നിട്ട് അവരെപ്പോഴും ഭഗവാനോട് താതാത്മ്യം പ്രാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, വ്രജത്തിലെ ഗോപിമാർ മാത്രം.
ഏറ്റവും ഭാഗ്യവതികൾ ആരാണ്? വ്രജതരുണിമണികൾ. ആര് പറയണു? ചൈതന്യ മഹാപ്രഭു. ആരാണ് ചൈതന്യ മഹാപ്രഭു? ചൈതന്യ മഹാപ്രഭു ആദ്യമായി തന്നെ ഒരു സന്യാസിയാണ്. ഈ സന്യാസി വന്നിട്ട് സ്ത്രീകളെ ഗ്ലോറിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സാധാരണ സ്ത്രീകളായിക്കൂടാ. കാരണം സന്യാസിമാരും സ്ത്രീകളും തമ്മിൽ അന്നത്തെ കാലത്ത് എന്താണ്, ഒരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇല്ല. പക്ഷെ എങ്കിലും ചൈതന്യ മഹാപ്രഭു അവരെ ഗ്ലോറിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വ്രജത്തിലെ തരുണിമണികൾ, നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്ന പോലെ കൃഷ്ണൻ്റെ വന്നിട്ട് ആരല്ല, ഗേൾ ഫ്രണ്ട്സ് അല്ല, അവർ വന്നിട്ട് ഭഗവാന്റെ അന്തരംഗ ശക്തി രാധാറാണിയുടെ എക്സ്പാൻഷൻസ് ആണ്. ഓരോ ഗോപിമാർ രാധാറാണിയുടെ എക്സ്പാൻഷൻസ് ആണ് ഗോപിമാരെന്ന് അവിടെ പല ഉപനിഷത്തുകളിലും ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു പ്രത്യേകിച്ചും പറയുന്നുണ്ട്, അവിതർക്കിതമായി സ്ഥിരീകരിക്കുന്നു. ഒരു തർക്കവുമില്ല. ചൈതന്യ മഹാപ്രഭു സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അദ്ദേഹം ഒരു സന്യാസിയും കൂടിയാണ്. എങ്കിലും അദ്ദേഹം വ്രജത്തിലെ തരുണിമണികളാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ അത് തർക്കത്തിന് അതീതമാണ്. ഇനി നന്ദഗോപുരോടും യശോദ മാതാവിനോടൊപ്പമുള്ള ഭഗവത് ലീലകൾ, വിശേഷിച്ച് ഇടയബാലന്മാരും ഗോക്കുളുമൊത്തുള്ള ലീലകൾ ഭഗവാൻ ഗോവിന്ദൻ എന്ന നാമത്തിൽ പ്രകീർത്തിക്കപ്പെടാൻ ഹേതുവായി. ഏറ്റവും പ്രിയപ്പെട്ട പേര് ഭഗവാന്റെ ഗോവിന്ദൻ എന്നാണ്. ഈ പോരായ്മ എന്താണ്, ഈ ഭഗവാൻ വന്നിട്ട് മേഴ്സിഫുൾ ആണ്. അപ്പോൾ പറയുന്നു കൃഷ്ണ, അതായത് പരമദിവ്യോത്തമ പുരുഷനാണ്, സർവ്വ ആകർഷകനാണ്, വാസുദേവായ ദേവകീ നന്ദനായ ഇതെല്ലാമാണ്. പക്ഷെ എന്നാലും നന്ദഗോപകുമാരായ ഗോവിന്ദായ, ഇതാണ് കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ വിവരിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് 22ാമത്തെ ശ്ലോകം. പക്ഷെ നമുക്ക് സമയം അവസാനിച്ചിരിക്കുന്നു, നമുക്കിവിടെ നിർത്തേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും തുടരാം. അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും, അത് ഈ ഒരു പാർട്ടെന്ന് പറയുന്നത് കുന്തി മഹാറാണി ഭഗവാനോട് അർപ്പിക്കുന്ന പ്രയസിൻ്റെ ഒരു പാർട്ടാണ്. ഇനിയുള്ളതിൻ്റെ അകത്ത് കുന്തി മഹാറാണി വന്നിട്ട് ഭഗവാനോട് നന്ദി പ്രകാശിപ്പിക്കും. അങ്ങ് ഇത്രയധികം അതേ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിലും എനിക്ക് തന്നിട്ടുള്ള സഹായങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ എന്നോടുള്ള സ്നേഹം. ഗോപന്മാരും നന്ദമഹാരാജാവും യശോദമാതയും പിന്നെ വാസുദേവ ദേവകിമാരും എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. ഞാനും ഭഗവാന് പ്രിയപ്പെട്ടവളാണ്. കുന്തി മഹാറാണി പറയുകയാണ്, ഭഗവാൻ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവളെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് കുന്തി മഹാറാണി അടുത്തടുത്ത ശ്ലോകങ്ങളിൽ പറയും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ശ്ലോകം കണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ 22 മുതൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.